SD ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ഇപ്പോൾ അസിസ്റ്റൻറ്റ് മാനേജർ ടൂർസ് റിക്രൂട്ട്മെൻറ്റ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ഈ 2 ഒഴിവുകളിലേക്കും അപേക്ഷിക്കാനുള്ള യോഗ്യത ഡിഗ്രിയാണ്. ഈ ജോലിയിലേക്ക് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപേക്ഷകൾ നൽകാൻ ആരംഭിക്കുന്ന തീയതി സെപ്റ്റംബർ 11, 2024 അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 25, 2024 കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത, ഒഴിവുകളുടെ എണ്ണം, വയസ്സ്, അപേക്ഷാ ഫീസ് എന്നിവയാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. കേരളത്തിൽ CMDക്ക് കീഴിൽ ജോലി ഒഴിവുകൾ എത്രയെന്നറിയാം. ഉദ്യോഗാർത്ഥികൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് വന്നിട്ടുള്ള ഒഴിവുകൾ പരിശോധിച്ച് ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്, റിസർവേഷൻ ഉണ്ടോ എന്നിവ പരിശോധിച്ച് മാത്രം അപേക്ഷിക്കുക. അസിസ്റ്റൻറ്റ് മാനേജർ ടൂർസ് ഒഴിവുകളുടെ എണ്ണം 1. സാലറി 25,000 to 40,000. റിക്രൂട്ട്മെൻറ്റ് എക്സിക്യൂട്ടീവ് ഒഴിവുകളുടെ എണ്ണം 1. 20,000 to 25,000 സാലറി. കേരളത്തിൽ CMDക്ക് കീഴിൽ ജോലി ലഭിക്കാനുള്ള പ്രായപരിധി മനസ്സിലാക്കാം. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ ഇളവുകൾ ലഭിക്കുന്നതാണ്. SC/ST, OBC, PWD, എക്സ് സർവീസ്മാൻ തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ വയസ്സിളവുകളെക്കുറിച്ച് CMDയുടെ ഒഫീഷ്യൽ PDF നോട്ടിഫിക്കേഷനിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അസിസ്റ്റൻറ്റ് മാനേജർ ടൂർസ് ആൻഡ് റിക്രൂട്ട്മെൻറ്റ് എക്സിക്യൂട്ടീവ് ഈ 2 തസ്തികയിലേക്കും വേണ്ട പ്രായപരിധി 40 വയസ്സാണ്. കേരളത്തിൽ CMDക്ക് കീഴിൽ ജോലി നേടാനുള്ള വിദ്യാഭ്യാസ യോഗ്യത അറിയാം. അസിസ്റ്റൻറ്റ് മാനേജർ ടൂർസ് ഏതെങ്കിലും യാത്രയിൽ ബിരുദം, കൂടാതെ ടൂറിസം കോഴ്സ് പ്ലസ് IATA സർട്ടിഫിക്കേഷൻ, കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം. റിക്രൂട്ട്മെൻറ്റ് എക്സിക്യൂട്ടീവ് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം പ്ലസ് പ്രാവീണ്യം, MS ഓഫീസ് അഭികാമ്യം, MBA ഇൻ HR, MHRM ഏതെങ്കിലും HR ബന്ധപ്പെട്ട ബിരുദം, കുറഞ്ഞത് 1 വർഷത്തെ റിക്രൂട്ട്മെൻറ്റിൽ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ ഓഫീസ് അഡ്മിനിസ്ട്രേഷനിൽ. ഈ 2 തസ്തികയിലേക്കും വേണ്ടി പറഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം അപേക്ഷ നിരസിക്കുന്നതാണ്. കേരളത്തിൽ CMDക്ക് കീഴിൽ ജോലി ലഭിക്കാനുള്ള അപേക്ഷ ഫീസ് എത്ര? അൺറിസർവ്ഡ് ആൻഡ് OBC, SC/ST, EWS, ഫീമെയിൽ, PWD എന്നീ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട ആർക്കും തന്നെ അപേക്ഷ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. കേരളത്തിൽ CMDക്ക് കീഴിൽ ജോലി ലഭിക്കാൻ എങ്ങനെ അപേക്ഷിക്കാം? CMD വിവിധ അസിസ്റ്റൻറ്റ് മാനേജർ ടൂർസ് റിക്രൂട്ട്മെൻറ്റ് എക്സിക്യൂട്ടീവ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈൻ വഴി അപേക്ഷിക്കാം. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 2024 സെപ്റ്റംബർ 25 വരെ. കേരളത്തിൽ CMDക്ക് കീഴിൽ ജോലി ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപേക്ഷിക്കുന്നതിന് മുമ്പ് ഉദ്യോഗാർത്ഥികൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ PDF പൂർണ്ണമായി ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കുക. അപേക്ഷിക്കുന്നതിന് മുമ്പ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞ യോഗ്യതകൾ, പ്രായപരിധി, വിദ്യാഭ്യാസ യോഗ്യത ഇല്ലേ എന്ന് ഉറപ്പുവരുത്തുക. ഇതിലേതെങ്കിലും മാറ്റങ്ങൾ വന്നാൽ നിങ്ങളുടെ അപേക്ഷ നിരസിക്കുന്നതാണ്. കൂടാതെ ഈ ജോലി അവസരം നിങ്ങളുടെ അശ്രദ്ധ കാരണം നഷ്ടപ്പെടുന്നതാണ്. നിങ്ങൾ ഏതൊരു ജോലിക്ക് അപേക്ഷിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപേക്ഷ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങളുടെ
ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ കൊടുക്കുക. കാരണം പിന്നീടുള്ള പരീക്ഷാ തീയതി, അഡ്മിഷൻ ടിക്കറ്റ് തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ഇത് നിർബന്ധമാണ്. ഈ ജോലിക്ക് എങ്ങനെ അപേക്ഷിക്കണം, ഇതിൻ്റെ നിയമന സാധ്യത എങ്ങനെയാണ് എന്നിവ അറിയാൻ നൽകിയിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കുക. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുണ്ടായിരുന്നത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.